Hi everyone, 2019 എന്ന് പറയുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു മികച്ച തുടക്കം തന്നെയായിരുന്നു. മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് മാത്രമല്ല ടോട്ടൽ ഇന്ത്യൻ സിനിമയ്ക്കും, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക്. ബിക്കോസ് ഇറങ്ങുന്ന ഓരോ സിനിമകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു, ഒപ്പം ഡിഫറൻറ്റുമായിരുന്നു. പേരൻപ്, യാത്ര പോലുള്ള സിനിമകളെല്ലാം കേരളത്തിൽ പോലും വൻ വിജയമായിരുന്നു. നല്ല സിനിമകൾ എന്നും പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണത്. കുംപ്ലങ്ങി നൈറ്റ്സ് പോലുള്ള തികച്ചും വ്യത്യസ്തമായ, അതുപോലെ അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിലിം മലയാളത്തിലേക്ക് എത്തി. അത് വൻ വിജയമായി മാറി. ഇപ്പോഴും തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം മലയാളത്തിലെ തന്നെ ഫസ്റ്റ് സയൻസ് ഫിക്ഷൻ എന്ന് പറയാവുന്ന നയൻ, അതുപോലൊരു മൂവി മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിപ്പോഴും വൻ വിജയമായിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. സോ പുതിയ പുതിയ പരീക്ഷണങ്ങൾ മലയാളത്തിലേക്ക് എത്തുന്നു, അതെല്ലാം വൻ വിജയമായി മാറുന്നു, പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണത്. സോ ഇന്നും അതുപോലെ ഒരു സിനിമ ഇവിടെ റിലീസ് ആവുന്നുണ്ട്. കോടതി സമക്ഷം ബാലം വക്കീലാണ് ഇന്നത്തെ റിലീസ്. ഇന്ന് ടോക്കീസ് ഡിസ്കസ് ചെയ്യുന്നത് കോടതി സമക്ഷം ബാലം വക്കീലാണ്. സോ ടോക്കീസ്, ലെറ്റ്സ് ടോക്ക് സിനിമ. വെൽക്കം ടു ടോക്കീസ്. വയഹോം 18 ആദ്യമായി മലയാളത്തിൽ നിർമ്മിക്കുന്ന സിനിമയാണ് കോടതി സമക്ഷം ബാലം വക്കീൽ. ഒരിടവേളയ്ക്ക് ശേഷം ദിലീപ് വീണ്ടും മലയാള സിനിമയിൽ സജീവമാവാൻ പോവുകയാണ്. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു വക്കീലാണെന്ന്. സോ അഡ്വക്കേറ്റ് രാമനുണ്ണിക്ക് ശേഷം വീണ്ടും ദിലീപ് അഡ്വക്കേറ്റായി എത്തുന്ന ഒരു സിനിമയാണ് കോടതി സമക്ഷം ബാലം വക്കീൽ. ഒരു ഇടവേളയ്ക്ക് ശേഷം ദിലീപ് വീണ്ടും എത്തുമ്പോൾ എല്ലാവർക്കും വൻ പ്രതീക്ഷയാണ്. ബി ഉണ്ണികൃഷ്ണൻ വില്ലന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കോടതി സമക്ഷം ബാലം വക്കീൽ. ബി ഉണ്ണികൃഷ്ണനും ദിലീപും ആദ്യമായി കൈകോർക്കുന്നു എന്നൊരു പ്രത്യേകത കൂടെ ഈ സിനിമയ്ക്കുണ്ട്. ഒപ്പം ഹിറ്റ് കോംബോ മമതയും ദിലീപും വീണ്ടും 2 കൺട്രീസിന് ശേഷം ഒന്നിക്കുകയാണ്. ഇതൊക്കെ ആവുമ്പോൾ തന്നെ നമുക്കിനി കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ ആവശ്യമില്ല. സോ ജനപ്രിയ നായകന്റെ ഒരു വൻ തിരിച്ചുവരവ് ഈ കോടതി സമക്ഷം ബാലം വക്കീലിലൂടെ കാണാമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ അഭിപ്രായം അറിയാം. ടോക്കീസ്, ലെറ്റ്സ് ടോക്ക് സിനിമ. കുഴപ്പമില്ല, നല്ല തെരുവല്ല, കുഴപ്പമില്ല, അടിപൊളി, നല്ല പടം, പൊളി, ഇടും, കുഴപ്പമില്ല, നല്ല പടം, കുഴപ്പമില്ല, നല്ല പടം, ആവറേജ്, സൂപ്പർ, 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 നല്ല പടം, സൂപ്പർ, അടിപൊളി പടം, ദിലീപേട്ട പൊളിച്ചു, അടിപൊളി പടം, നല്ല പടം, കണ്ടിരിക്ക, കുഴപ്പമില്ല, അടിപൊളി, നല്ല പടം, നല്ല പടം. ബി ഉണ്ണികൃഷ്ണൻ്റെ തകർപ്പൻ മേക്കിങ്, ദിലീപിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്, വിക്കനായിട്ടുള്ള അഭിനയമൊക്കെ തകർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിദ്ദിഖ് ഖാൻ്റെ പെർഫോമൻസ്, അജു വർഗീസ്, സുരാജ് വെഞ്ഞാറോട് ഒരു തകർപ്പൻ പെർഫോമൻസ്, കൗണ്ടറൊക്കെ നന്നായിരുന്നു. വക്കീല് വാദം തുടങ്ങി, അടിപൊളി പടം, നല്ല പടം, സൂപ്പർ, നല്ല പടം, അടിപൊളി, സൂപ്പർ പടം, നല്ല പടം, സൂപ്പർ, അടിപൊളി, പൊളിയാണോ? കുഴപ്പമില്ല, പോലെ കണ്ടിരിക്കാം, നല്ല പടം, സൂപ്പർ, നല്ല പടം, പടം പൊളിച്ച് ഒരു രക്ഷയില്ല, പൊള്ളി ഇടും. ദിലീപേട്ടൻ്റെ 10 മാസങ്ങൾക്ക് ശേഷമുള്ള പടമാണ്. അത് വെറുതെ ആയില്ല, നല്ല മാസും കോമഡിയും എല്ലാം ഉൾപ്പെടെയില്ല, ഇത് നല്ല പടമാണ്. പിന്നെ നമ്മൾ കാത്തിരുന്ന വെറുതെ ആയില്ല, നല്ല ഡയറക്ഷനും, ബി ഉണ്ണികൃഷ്ണൻ്റെ നല്ല ഡയറക്ഷനും നല്ല കഥയുമായില്ല, നല്ലൊരു ത്രില്ലറും കൂടിയാണ് കോടതി സമക്ഷം ബാലം വക്കീൽ. നമ്മൾ കാത്തിരുന്ന വെറുതെ ആയില്ല, ദിലീപേട്ടൻ തകർത്തു, വിക്രം വക്കീലായിട്ട് ദിലീപേട്ടൻ തകർത്തു. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നല്ലൊരു പടമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രേക്ഷകർക്കും കുടുംബ പ്രേക്ഷകർക്കും എല്ലാവർക്കും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ഷനിലുള്ള ഒരു മൂവിയാണിത്. വിക്രം വക്കീൽ കലക്കിയിരുന്നു,
നല്ല പടമാണ്. ഫാമിലി ആയിട്ട് കാണാം. ഫാമിലി എൻ്റർടൈനർ, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, യൂത്തിനും എല്ലാ ജേണലിൽപ്പെട്ട ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം. നല്ല ഫൈറ്റ് സീൻസൊക്കെ സൂപ്പറായിരുന്നു. കിടലം പടം. നല്ല മാസ് പടമായിരുന്നു. നന്നായിട്ട് ആഘോഷിക്കാൻ കഴിഞ്ഞു. ഫാമിലിക്ക് പറ്റിയ പടമാണ്. പിന്നെ ദിലീപേട്ടന് ചോറാക്കി, സിദ്ദിഖ ചോറാക്കി. ഫാമിലിക്ക് തന്നെ കാണാൻ പറ്റിയ നല്ലൊരു പടം തന്നെയാണ്. 10 മാസത്തിന് ശേഷം തിരിച്ചു വന്നൊരു സിനിമയാണ്. വെറുതെ ആയില്ല. ഒരു ഇന്റലിജന്റ് ആയ വിക്കൻ വക്കീലിന്റെ കഥയാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ. തന്റെ വിക്കൽ മൂലം ജീവിതത്തിൽ എവിടെയും എത്താനാവാതെ സ്ട്രഗിൾ ചെയ്യുന്നൊരു വക്കീൽ. കോടതിയിൽ തന്റെ കക്ഷിയെ ഒരക്ഷരം പോലും പറയാതെ പുറത്തിറക്കുന്നിടത്താണ് ബാലൻ വക്കീലിന്റെ ഇൻട്രോ. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. അളിയന്റെ വാക്കും കേട്ട് ബാലൻ വക്കീൽ ഒരു കേസിൽ കുടുങ്ങുന്നു. ആ കേസ് തെളിയിക്കാനായി ഓടുന്നതും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയായാണ് കഥ മുന്നോട്ട് പോകുന്നത്. ബാലൻ വക്കീലിന്റെ ഇന്റലിജൻസ് ഓരോ ഭാഗത്തും സിനിമ കാണിച്ചു തരുന്നുണ്ട്. 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഫസ്റ്റ് ഹാഫിൽ തന്നെ ബാലൻ വക്കീലിനെയും മറ്റ് കഥാപാത്രങ്ങളെയും എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട്. ക്ലൈമാക്സ് കഴിഞ്ഞുള്ള ടെയിലൻഡ് ഔട്ട്ഡേറ്റഡ് ആണെങ്കിലും ടച്ചിങ് ആണ്. ഒരു ഫ്രീക്കൻ അച്ഛൻ കഥാപാത്രമായാണ് സിദ്ദിഖ് എത്തുന്നത്. പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രം സിദ്ദിഖ് സ്കോർ ചെയ്യുന്നുണ്ട്. മമത, അജു വർഗീസ്, പ്രിയ ആനന്ദ്, സുരാജ് വെഞ്ഞാറമൂട്, ലെന, രഞ്ജി പണിക്കർ, ഗണേഷ് കുമാർ, ഹരീഷ് ഉത്തമൻ, ബിന്ദു പണിക്കർ തുടങ്ങിയ വൻ താരനിര തന്നെ സിനിമയിലുണ്ട്. എല്ലാവരും അവരവരുടെ ക്യാരക്ടറുകൾ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിക്ചറൈസേഷനും ആക്ഷൻ സീക്വൻസുകളെല്ലാം നന്നായിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകന്റെ ഒരു സിനിമ. അതിൽ ഡിഫറൻ്റായി ഒന്നും ഉണ്ടെന്ന് പറയാനില്ല. മലയാളത്തിൽ കണ്ട് പരിചയമുള്ള സിനിമയാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ. എന്നാലും 2 മണിക്കൂർ 35 മിനിറ്റ് പ്രേക്ഷകനെ ബോറടിപ്പിക്കില്ല. ഒരു ഫുൾ ടൈം കോമഡി ത്രില്ലർ എന്ന് അവകാശപ്പെടാനാവില്ലെങ്കിലും കോമഡി ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു സിനിമ. കുടുംബ പ്രേക്ഷകർക്കും യൂത്തിനുമൊക്കെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ. ടോക്കീസ് കോടതി സമക്ഷം ബാലൻ വക്കീലിന് നൽകുന്നു 3 റേറ്റിംഗ്. കോടതി സമക്ഷം ബാലൻ വക്കീലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യൂ. നെക്സ്റ്റ് വീക്ക് ടോക്കീസിൽ മറ്റൊരു സിനിമ ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് മീ ഐശ്വര്യ സൈനിങ് ഓഫ്. ടോക്കീസ്, ലെറ്റ്സ് ടോക്ക് സിനിമ.